രണ്ട് കരാറുകളെ കുറിച്ച് മീസാഖ് നബിയും പ്രവാചകന്മാരുടെ ഉടമ്പടി എന്ന് സൂറ ആല് ഇമ്രാനിലും സൂറത്തുൽ അഹ്സാബിലും വന്നത് മീസാഖിനെ കുറിച്ചുള്ള ചർച്ച. കരാറിനെ കുറിച്ചുള്ള ചർച്ചയിൽ അന്നബിയീൻ എന്ന് ചേർത്ത് വന്നു എന്നതുകൊണ്ട് രണ്ടും ഒന്നാണ് എന്നാണ് എന്റെ വാദം. അതിനെതിരെയുള്ള ചോദ്യത്തിന് ഉത്തരമായി എന്റെ സുഹൃത്ത് പറയുന്നത് ഇസ്ർ എന്നതിന് ശേഷം പ്രയുക്തമായിട്ടുണ്ട് എന്നാണ്. അപ്പൊ അല്ലാഹു ഇസ്ർ എന്ന നിലയിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പുള്ള എല്ലാ പ്രവാചകന്മാരിൽ നിന്നും ഒരു ഉടമ്പടി ഏറ്റെടുക്കാൻ വേണ്ടി അവരോട് പറയുകയും ഏറ്റെടുക്കുകയും ചെയ്തതിനു ശേഷം റബ്ബനാ ലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ, ഞങ്ങൾക്ക് മുമ്പുള്ളവർക്ക് ഇസ്ർ ചുമത്തിയതുപോലെ ഞങ്ങൾക്ക് നീ ഇസ്ർ ചുമത്തരുതേ എന്ന പ്രാർത്ഥനയിൽ ഈ എടുത്ത കരാറിന്റെ ചുമതലപ്പെടുത്തപ്പെട്ട കരാർ എടുക്കപ്പെട്ടു എന്ന വാദമാണ് ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. വളരെ വിചിത്രമായിട്ടുള്ള ഒരു വാദമാണ്. അല്ലാഹു ഒരേ ഖുർആനിൽ ഒരു ഭാഗത്ത് കരാർ ചുമത്തുക, അതേ ഖുർആനിൽ തന്നെ ചുമത്തിയ കരാർ എടുത്തു കളയുക. ഇത് ആദ്യം ചുമത്തിയത് അതാണോ അവസാനം എടുത്തു കളഞ്ഞത് പിന്നീടാണോ എന്ന് ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് തീരുമാനിക്കണം. അത് ആദ്യം പഠിപ്പിച്ചത് ഈ പ്രാർത്ഥനയാണോ അവസാനം ചുമത്തിയത് കരാർ മുമ്പാണോ എന്ന് ആർക്കും അറിയില്ല. ഖുർആനിൽ നമ്മൾ കാണുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യ ഖുർആനിൽ ചുമത്തപ്പെട്ട കരാറാണ് നമ്മൾ രണ്ടാമത് വായിക്കുന്നത്. ഇവിടെ ഖുർആൻ അല്ലാത്ത മറ്റൊരു പ്രമാണത്തിൽ എടുക്കാൻ നിർത്തിയില്ല. ഖുർആനിൽ ആദ്യം ചുമത്തപ്പെട്ട കരാറ് ആദ്യ ഖുർആനിലാണ് ഇദ്ദേഹം പറയുന്നത്. എടുത്തു കളഞ്ഞത് ബദറിന് മുമ്പേ എടുത്തു കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ എടുത്തു കളഞ്ഞു എന്നതിന് വാദത്തിന് വേണ്ടി മാത്രം ഒരിക്കലും അതല്ല എന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്. എടുത്തു കളഞ്ഞിട്ട് രണ്ടാമത് ചുമത്തിയതാണ് ഇത്, വാദത്തിന് വേണ്ടി മാത്രം. കാരണം രണ്ടാമത് ചുമത്തുന്നത് പിന്നീടാണ് വരുന്നത്. അപ്പൊ എടുത്താദ്യം കളഞ്ഞ് ക്ലീൻ ചെയ്ത് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യപ്പെട്ടതാണെന്ന് പറയേണ്ടി വരും. പക്ഷെ അങ്ങനത്തെ ഒരു ദുർഗതി ഖുർആനില്ല. കാരണം ഖുർആൻ ഒരു പദം കൊണ്ട് കെട്ടിമറിയേണ്ടതല്ല. ഖുർആൻ വളരെ ശക്തമായി പറയുന്നത് ഇസ്ർ എന്ന് 3 സ്ഥലങ്ങളിലാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഒരു ഇസ്ർ ഞങ്ങൾക്ക് മുമ്പ് ചുമത്തപ്പെട്ടവരെ പോലെയുള്ള ഇസ്ർ ഞങ്ങൾക്ക് ചുമത്തരുതേ ഒരു പ്രാർത്ഥന. മറ്റൊന്ന് പ്രവാചകത്വമാകുന്ന ഈ കരാറിന്റെ ഉടമ്പടിയെ ഇസ്ർ എന്ന് പറയുന്നു. മൂന്നാമത്തെ സ്ഥലത്തുള്ള ഇസ്ർ വരുമ്പോൾ ആ മൂന്നാമത്തത് ഇതിൽ ഏത് ഇസ്റാണ് എന്ന് വ്യക്തമാക്കുന്ന മറ്റൊരു ആയത്താണ്. അതെങ്ങനെയാണ് പറയുന്നത്? അവരുടെ മുകളിൽ ചുമത്തപ്പെട്ടിരുന്ന അവരുടെ ചങ്ങലയും, അതായത് നരകവാസികൾക്ക് തെറ്റായ വഴിയിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഉണ്ടായിരുന്ന ചങ്ങലയും അവരുടെ മുകളിൽ ഉണ്ടായിരുന്ന അവരുടെ ഇസ്റിനെയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന എടുത്തു കളയുന്നു എന്ന്. അപ്പൊ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന സത്യനിഷേധികളുടെ അതല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് വരുന്ന ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പുള്ള എന്നാണ് പറയുന്നത്. പ്രവാചകനായ ഉമ്മിയായ പ്രവാചകനെ പിൻപറ്റുന്നതിന് മുമ്പ് അവരിൽ ഉണ്ടായിരുന്ന ഇസ്റിനെയും അവരുടെ ചങ്ങലയെയും എടുത്തു കളയുന്ന പ്രവാചകനാണ് ഇതെന്ന് പറയുകയും ഞങ്ങൾക്ക് മുമ്പുള്ളവർക്ക് ചുമത്തപ്പെട്ട ഇസ്ർ ഞങ്ങൾക്ക് ചുമത്തരുതേ എന്ന് പറയുമ്പോൾ ആ എടുത്തു കളയപ്പെട്ടിട്ടുള്ള ഇസ്റാണെന്നുള്ളത് വ്യക്തമാണ്. ആ അത്രയും വ്യക്തമായ ഒരു കാര്യത്തെ ഖുർആൻ 2 സ്ഥലത്ത് ഇസ്ർ പ്രയോഗിക്കുമ്പോൾ 2 സ്ഥലത്ത് ഒരേപോലെയുള്ള മീസാഖ് നബിയീൻ എന്ന് പറയുന്ന 2 കരാറും അതിൽ ഇസ്റാണ് എന്ന് പറഞ്ഞ മീസാഖ് നബിയീനെ മനഃപൂർവ്വം കണ്ടെടുക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് രണ്ടും ഒന്നാണ് കരാർ എന്ന് പറഞ്ഞത് ഖുർആൻ അടിസ്ഥാനത്തിലാണ് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അതേസമയം 1400 കൊല്ലം വരെ പ്രവാചകൻ വന്നില്ല, അതുകൊണ്ട് ഇദ്ദേഹം വന്നത് എന്താണെന്ന് അത് ചോദ്യം വേറെയാണ്. അതുകൊണ്ട് ഇസ്ർ മാറുകയോ അതല്ലെങ്കിൽ അദലാൽ മാറുകയോ അതല്ലെങ്കിൽ മീസാഖ് നബി മാറുകയോ ചെയ്യുകയില്ല. ഒന്ന് ഇങ്ങനെ അല്ലെങ്കിൽ അതെങ്ങനെയെന്നല്ല ചോദ്യം വരുന്നത്. ചോദ്യം ചോദിച്ചതുകൊണ്ട് ഉത്തരമാവുകയില്ല. അതിനുത്തരവ് ഞാൻ പറയാൻ ബാധ്യസ്ഥനായതുകൊണ്ട് പറയുന്നു. മൂസാ നബി അലൈഹി സ്വലാമിനോട് ഫിർഔൻ ചോദിക്കുകയാണ്, നീ ഇപ്പൊ നബിയും ഇതൊക്കെയാണെങ്കിൽ നിനക്ക് മുമ്പുള്ള ആൾക്കാരുടെ സ്ഥിതി നിന്റെ മുമ്പ് വന്ന ആൾക്കാരുടെ സ്ഥിതി എന്തായിരുന്നു എന്നാണ് ചോദിച്ചത്. അങ്ങനെ ചോദിച്ചത് കൊണ്ട് ഒരിക്കലും മൂസാ നബി കള്ളനാവുകയില്ല എന്നതുപോലെ ഒരു പ്രവാചകൻ വന്നാൽ അദ്ദേഹം വന്നതിന് മുമ്പുള്ള ആളുകൾക്ക് വന്നില്ല എന്ന കാരണത്താൽ, അങ്ങനെ ഒരു നിശ്ചിത കാലം വരെ വന്നില്ല എന്ന കാരണത്താൽ ഒരിക്കലും അവർ വന്നവരല്ലാതിരിക്കുകയില്ല. അതിനെക്കുറിച്ച് ഖുർആൻ തന്നെ പഠിച്ചാൽ മനസ്സിലാവും നമുക്ക്. അള്ളാഹുവാണ് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് തന്റെ റിസാലത്ത് എവിടെയാണ് വെക്കേണ്ടത് എന്ന്.
അവ റിസാലത്ത് വെക്കേണ്ട വിവരം അള്ളാഹുവിനോടുള്ളത് അത് അള്ളാഹു വേണ്ട സ്ഥലത്ത് വെക്കുമെന്ന് ഖുർആൻ എടുത്തു പറയുന്നു. ഇനി മറ്റൊന്ന്, ഒരാൾ വരുന്നതിന് വേണ്ടിയുള്ള വാതിൽ തുറന്നിട്ടത് കൊണ്ട് മുമ്പ് എന്തുകൊണ്ട് ആൾ വന്നില്ല എന്നുള്ള ചോദ്യം. 1000 ആളുകൾക്ക് കടന്നു വരാനും ഒരാൾക്ക് കടന്നു വരാനും വാതിൽ തുറന്നിട്ടിരിക്കണം, എങ്കിലേ അങ്ങോട്ട് കയറി വരാൻ നിവൃത്തിയുള്ളൂ. ഇനി ശേഷം വന്നില്ല എന്നാണ് കാരണമെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി വന്നതിന് ശേഷം പ്രവാചകൻ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ മുഹമ്മദ് നബി ഇല്ല എന്ന അർത്ഥത്തിൽ വരും. അപ്പൊ പിന്നീടോ വന്നതോ അല്ല, വന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. പ്രവാചകത്വം വിശുദ്ധ ഖുർആനിലൂടെ തെളിയിക്കാവുന്നത്. 2, ഈസാ സാഹിബ് ഇസ്ലാമിന് എന്ത് സംഭാവന ചെയ്തു? പ്രവാചകത്വം വിശുദ്ധ ഖുർആനിൽ എങ്ങനെയാണ് എന്നാണ് ഇത്രയും ചർച്ച ചെയ്തു വന്നത്. ഇപ്പൊ ഇത്രയും ആയത്തുകൾ വന്നത് അതാണ്. പ്രവാചകത്വം വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ നിഅമത്താണ്. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, ഞങ്ങളെ നീ ഹിദായത്തിലാക്കണമേ, അത് അൻഅംത അലൈഹിം, നീ ഇനാം ചെയ്തവരുടെ മാർഗത്തിലായിരിക്കണമെന്ന്. അവരെ ആ അത്തരത്തിലുള്ള ഹിദായത്തിലാക്കണമേ എന്ന് പറയുമ്പോൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ നീ ഹിദായത്തിലാക്കണമേ. ആ പ്രവാചകത്വത്തെ കുറിച്ച് ഖുർആൻ പറയുന്നു, ഹദൈനാഹും ഇലാ സിറാത്തിൻ മുസ്തഖീമ, അവരെ നാം ഹിദായത്തിലേക്ക്, അവർ സിറാത്തെ മുസ്തഖീമിലേക്ക് ഹിദായത്ത് നൽകി, സിറാത്തെ മുസ്തഖീമിൽ അവരെ നാം വഴി നടത്തിയത്. ومن يطع الله والرسول فاولئك مع الذين انعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن اولئك رفيقا. ആര് ഈ പ്രവാചകരെയും അള്ളാഹുവിനെയും പരിപൂർണമായി അനുസരിക്കുന്നുവോ അവർ നബിമാരുടെ കൂട്ടത്തിലും അതേപോലെ സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സാലിഹീങ്ങൾ എന്നിവരുടെ കൂട്ടത്തിലുമായിരിക്കുമെന്ന്. ആ കൂട്ടത്തിലായിരിക്കുമെന്ന് പറയുമ്പോൾ സാലിഹും സിദ്ദീഖും ശുഹദാക്കളും ഈ ഉമ്മത്തിൽ ഉണ്ടാകുമ്പോൾ അവരുടെ കൂട്ടത്തിലാണ് ഉണ്ടാകേണ്ടത് എന്നതുപോലെ ആദ്യം പറഞ്ഞിട്ടുള്ള നുബുവത്തും ഇവിടെ ഉണ്ടാകുമ്പോൾ അവരുടെ കൂട്ടത്തിലാണ് ഉണ്ടാകേണ്ടത്. വിശുദ്ധ ഖുർആനാണ് വിശുദ്ധ ഖുർആനെ വ്യാഖ്യാനിക്കേണ്ടത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീമ എന്ന് പറഞ്ഞതിൽ ഹിദായത്ത് ചോദിക്കുന്നു. അവിടെ അൻഅംത എന്ന് പറയുന്നത് നിഅമത്തിനെ കുറിച്ച് പറയുന്നു. അടുത്ത് ഞാൻ ഓതിയ സൂറത്തുൽ നിസായിലുള്ള ഈ ആയത്തിലും 69-70 ആയത്തുകളിലുള്ളതും ഹിദായത്തിലാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഹിദായത്ത് അനുഗ്രഹത്തിന് മാത്രം മുതലായവരാണ് എന്ന് പറഞ്ഞ് അവിടെ എടുത്തു പറയുന്നത് നുബുവത്തിനെ കുറിച്ചാണ്. ഇനി മീർദാ സാഹിബ് സംഭാവന ചെയ്തു എന്നുള്ളതാണ്. മീർദാ സാഹിബ് സംഭാവന ചെയ്തത് പിന്നെ ആ കാലഘട്ടത്തിലുള്ള ഇപ്പൊ പെട്ടെന്ന് സാമൂഹികമായി വെക്കാറുള്ളത് അക്കാലഘട്ടത്തിലുള്ള മുഹമ്മദ് ഹുസൈൻ ബട്ടാലവിയും അബ്ദുള്ള ചക്രാലിനെയും, അതായത് ഖുർആനെയല്ല ആണ് പിൻപറ്റേണ്ടത് എന്ന് ചക്രാലിനെയും അല്ല ഹദീസുകളെയാണ് പിൻപറ്റേണ്ടത് എന്ന് മുഹമ്മദ് ഹുസൈൻ ബട്ടാലവിയും പരസ്പരം വിവാദം നടത്തിയ അന്നത്തെ അഭിനയപ്രാണികൾ. അതിന് അദ്ദേഹം പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ പിൻപറ്റണമെന്ന് ഖുർആനിലുള്ളതാണ്, അതനുസരിച്ച് പിൻപറ്റുക. അതേപോലെ തന്നെ ഖുർആനാണ് എല്ലാ കാര്യങ്ങളും വിശദീകരിക്കേണ്ടത് എന്ന് പറയുന്നത് ശരിയാണ്. അതേസമയത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ പിൻപറ്റുക എന്നതിന്റെ അർത്ഥം 300 കൊല്ലങ്ങൾക്ക് ശേഷം എഴുതപ്പെട്ടുള്ള ഹദീസുകളെ പിൻപറ്റുക എന്നല്ല, മറിച്ച് ഖുർആനിൽ പിൻപറ്റുക എന്ന് പറയുമ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ട്രഡീഷൻ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ എങ്ങനെയാണ് ഖുർആൻ എന്ന് നമുക്ക് പറഞ്ഞ് പഠിപ്പിക്കുകയും അതേസമയത്ത് അത് നമുക്ക് ജീവിച്ച് കാണിച്ചു തരികയും ചെയ്യുകയുണ്ടായി. ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ട്രഡീഷന് നിരങ്കുശമായി തുടർന്നു വരുന്നത് ബുഖാരിയെ നോക്കിയിട്ടല്ല ആളുകൾ നമസ്കരിച്ചത്, ബുഖാരി നോക്കിയിട്ടല്ല ആളുകൾ പിന്നെ ഹജ്ജ് ചെയ്തത്, മറിച്ച് ബുഖാരി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവർ ചെയ്തു വന്നിട്ടുണ്ട്. ആ നിരങ്കുശമായി തുടർന്നു വരുന്ന ഒരു സുന്നത്ത് എന്ന് പറയുന്ന വേറൊന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന ഹദീസല്ല. അതിനുശേഷമാണ് ഹദീസ് എന്നും അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളെന്നും അത് ചരിത്രപരമായ തെളിവ്
സാക്ഷ്യങ്ങളുമായിട്ട് എടുക്കാമെന്നല്ലാതെ ഖുർആനെ പിൻപറ്റുമ്പോൾ മുഹമ്മദ് മുസ്തഫയെ പിൻപറ്റണമെന്ന് കൂടി പറയുമ്പോൾ ആ മുഹമ്മദ് മുസ്തഫയെ പിൻപറ്റേണ്ടത് നബിതിരുമേനിയുടെ കാണിച്ചു തന്നിട്ടുള്ള ഒരിക്കലും പിന്നെ അറ്റുപോകാതെ നിർമ്മിക്കണം തുറന്നു വരുന്ന ചില സുന്നത്തുകളുണ്ട്. അത് ഖുർആനെ പോലെ തന്നെ ആ സുന്നത്തിനും സവിശേഷമായ സുരക്ഷിതത്വം ലഭ്യമായിട്ടുണ്ട്. അതിനെ പിൻപറ്റണമെന്നും ഇത് രണ്ടും കൂടാതെ അതിന് സഹായകരമായിട്ടാണ് ഹദീസ് എടുക്കേണ്ടതെന്നും എല്ലാ ഹദീസുകളെയും തള്ളുന്ന ഒരു സ്വഭാവവും അതൊരിക്കലും ശരിയല്ല എന്നും വളരെ വ്യക്തമായിട്ട് ആ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള രണ്ട് ചർച്ചകൾക്ക് മുമ്പിൽ സംഭാവന ചെയ്തുവെങ്കിൽ അദ്ദേഹത്തിന്റെ 80ഓളം ഗ്രന്ഥങ്ങൾ ഇസ്ലാമിൽ നിങ്ങൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഖുർആനെക്കുറിച്ച് വ്യക്തമായ ധാരണകളാണ് മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. അതിന് വലിയ ഉദാഹരണം മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. നീ അനുഗ്രഹിച്ചവരുടെ മാർഗം ആ മാർഗമാണ് നാം അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മാർഗം ഏതാണ് എന്ന് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് വ്യക്തമാക്കിയപ്പോൾ فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. എന്ന ആയത്തിൽ ഓതിയത് അല്ലാഹുവിന്റെ പ്രീതിക്ക് പാത്രമായ ആളുകളും പ്രവാചകന്മാരോടൊപ്പമാണ്, സിദ്ദീഖീങ്ങളോടൊപ്പമാണ്, ശുഹദാക്കളോടൊപ്പമാണ്, സ്വാലിഹീങ്ങളോടൊപ്പമാണ് എന്ന ഒരു രൂപത്തിൽ ഇവിടെ സംസാരിച്ചു. അപ്പൊ ഈ പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം പറഞ്ഞത് അന്നബിമാരോടൊപ്പമാണ്. അപ്പോൾ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അംഗീകരിച്ച് ജീവിച്ചവർക്ക് സ്വാലിഹാണ്. അതേപോലെ മറ്റേ സിദ്ദീഖാകാം എന്നതുപോലെ നബിയും ആകാം എന്ന അർത്ഥത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഞാൻ ആരോപിച്ച് പറയുന്നതല്ല, അങ്ങനല്ലേ സുഹൃത്ത് അല്ലെ? ഒരിലൂടെ അപ്പൊ ഇങ്ങനെ അത് സാധാരണ അങ്ങനെ സുഹൃത്തുക്കളുടെ ഒരു വാദം കൂടിയാണ്. ഈ കോലത്തിലാണെങ്കിൽ ഒരു പ്രാർത്ഥന എന്താണ് എല്ലാവർക്കും അള്ളാഹുവിന്റെ പുണ്യവാന്മാരോടൊപ്പം ഞങ്ങളെ നീ മരിപ്പിക്കണേന്ന് പറഞ്ഞാൽ പുണ്യവാന്മാരെ മരിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെയും നീ കൊണ്ടുവരണേ എന്ന അർത്ഥം കൊടുക്കുന്ന ഒരു അപകടങ്ങളുണ്ട്. അപ്പോൾ അള്ളാഹുവിന്റെ മാർഗം സ്വീകരിച്ച് അവരുടെ നിയമങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് പ്രവാചകന്മാർക്ക് കിട്ടുന്ന പദവി, ആ അനുഗ്രഹം അതേപോലെ സ്വാതന്ത്ര്യത്തിന് സിദ്ദീഖിന് കിട്ടുന്ന അനുഗ്രഹം ഇതൊക്കെ അവർക്കുണ്ടാകും. അവരുടെ മാർഗം, അവർ സ്വീകരിച്ച പുണ്യം, അവർക്ക് കിട്ടുന്ന പദവി ഇതൊക്കെ കിട്ടും. അതല്ലാതെ ദൈവിക നിയമങ്ങൾ സ്വീകരിച്ച ആളെ മുഴുവനും നബിയാക്കാം എന്നൊരു ചോദ്യമില്ല. ഞാൻ ഈ കൂട്ടത്തിൽ ഒരു വളരെ ഗൗരവമുള്ള കാര്യം പറയുന്നു. ഞാൻ വെറുതെ ചോദിച്ച കാര്യമാണ്. പ്രവാചകത്വത്തിന്റെ വാതിൽ എനിക്ക് പ്രത്യേകിച്ചൊരു നിർബന്ധമില്ല പൂർത്തിയാക്കണം. പക്ഷെ ഈ വാദത്തിന് നിങ്ങൾക്ക് ഒരു നിലനിൽപ്പില്ല എന്നതാണ്. എന്റെ പ്രിയപ്പെട്ട ഈ സുഹൃത്തിന്റെ സ്വന്തം പിതാവുമായി
1994 അദ്ദേഹം ഒരു പണ്ഡിതൻ കൂടിയായിരുന്നു. എറണാകുളം ജില്ലയിൽ മിഷനറി പ്രവർത്തനം നടത്തിയിരുന്ന അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ പിതാവ്. അദ്ദേഹത്തിന്റെ പിതാവ് ഞാനും കൂടി 1994 കൊടുങ്ങല്ലൂരിൽ വെച്ചൊരു സംവാദമുണ്ടായിരുന്നു. കോഴിക്കോട് പള്ളിയിലെ ഇപ്പോഴത്തെ ഖത്തീബും സലീം സാഹിബും കൂടി അതിന് സാക്ഷിയാണ്. ആ സംവാദത്തിൽ ആ ഒരു ചർച്ചയിൽ ഞാൻ ചോദിച്ചു, പ്രിയപ്പെട്ട മൗലവി, ഞാൻ പറയുന്നു ഇന്നു മുതൽ ഞാനൊരു നബിയാണ്, ഞാനൊരു പ്രവാചകനാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അധികം സമയത്തുള്ള ആളാണ് ചോദിക്കുന്നത്. ഈസ കാര്യം വന്ന ശേഷം നിലവിലുള്ള ഹദീസുകളുടെ കാര്യത്തിലെ ഏതെങ്കിലും ഹദീസ് വ്യാജമാണെന്നോ ശരിയല്ല എന്നോ പ്രവചിച്ചിട്ടുണ്ടോ? മിർസ ഖാദിയാനി വന്നതിന് ശേഷം നിലവിലുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഹദീസ് ശരിയാണെന്നോ തെറ്റാണെന്നോ പറഞ്ഞിട്ടുണ്ടോ? പ്രസ്താവിച്ചിട്ടുണ്ടോ? ഏതാണോ ചോദ്യം. മിർസ സാഹിബിന്റെ ഗ്രന്ഥങ്ങളിൽ ഹദീസുകൾ എങ്ങനെ കാണാം എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് തന്നെ ഹദീസ് പണ്ഡിതനായിരുന്ന മുഹമ്മദ് ഹുസൈൻ ഭട്ടാരകയുമായിട്ട് ഹദീസുകളുടെ സ്വീകാര്യതയും അസ്വീകാര്യതയെയും കുറിച്ച് ഒരു വാദപ്രതിവാദം തന്നെ നടന്നത് മുവാഹിസ അൽ ഹഖ് എന്ന പേരിൽ ഒരു പുസ്തക രൂപത്തിൽ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പുസ്തകം പ്രസിദ്ധീകരിക്കലല്ല ജോലി എന്ന് പറയുന്നത് വായിൽ പറഞ്ഞു നടക്കലല്ല അവരുടെ ജോലി. പുസ്തകം പ്രസിദ്ധീകരിച്ചാൽ എന്തൊക്കെ നിലകൊള്ളും, ഇപ്പോഴും അത് ജീവിക്കുന്ന ഒരു രേഖയാണ്. അതല്ലെങ്കിൽ പുസ്തകങ്ങളിൽ ഇല്ലായിരുന്നുവെങ്കിൽ എന്റെ ഉപ്പയുമായിട്ട് ഒരു സംവാദം നടന്നു എന്ന് ഇദ്ദേഹം പറയുകയാണ്. ഉപ്പ ജീവിച്ചിരിക്കില്ല ചോദിക്കാൻ. പിന്നെ സലീം സാഹിബ് ഉണ്ട് എന്നാണ് പറയുന്നത്. ആ സംവാദം കൊടുങ്ങല്ലൂരിൽ നടക്കുമ്പോൾ ആ നേരത്ത് കൊടുങ്ങല്ലൂരിൽ ഞാനുണ്ട്. 1989 കാലഘട്ടത്തിലാണ് കൊടുങ്ങല്ലൂരിലേക്ക് സലീം സാഹിബ് വരുന്നത്. അപ്പൊ സലീം സാഹിബ് പണ്ഡിതനായി വരുന്നത് പിന്നെയും കുറെ കാലം കഴിഞ്ഞിട്ടാണ്. സലീം സാഹിബ് പണ്ഡിതനായി പഠിച്ചതിന് ശേഷം എന്റെ ഉപ്പ ജീവിച്ചിരുന്നിട്ടില്ല. അദ്ദേഹം കേരളത്തിൽ വന്ന് സംവാദം നടത്തുന്നത് ജീവിച്ചിരുന്നിട്ടില്ല. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളല്ലാതെ എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതി വെച്ചിട്ടുള്ള സംഗതിയെ കുറിച്ച് പറയാനുള്ളത്, അദ്ദേഹം ഹദീസിനെ കുറിച്ച് പറഞ്ഞത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തങ്ങൾ പറഞ്ഞു എന്നതിനെ നിരൂപണ നിദാന ശാസ്ത്രം ഇന്ന് അംഗീകരിക്കുന്ന ശാസ്ത്രമല്ല തെളിവ്. കാരണം അത് അന്യൂനമല്ല. അന്യൂനമായി നിവേദനം ചെയ്യപ്പെട്ടത് പോലും ഖുർആനിൽ ആയത്തുകളുണ്ട് എന്ന് പറഞ്ഞ ഖുർആനിലായത്തില്ല. ഉബയ്യബിൻ കഅബിന്റെ നിവേദനം പിന്നെ തിരുമതിയിലുണ്ട്, പിന്നെ ആയത്ത് ഖുർആനിലുണ്ട് എന്ന് ഖുർആനിലായത്തില്ല. അപ്പൊ ആ നിരൂപണ വിധാന ശാസ്ത്രവും ജനങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ്, ശരിയല്ല. മറിച്ച് ഏതൊരു ഹദീസാണെങ്കിലും, അതിന് ഹദീസ് വരുന്നതിന് മുമ്പുള്ള ആയത്താണ്, ഏതൊരു വിധത്തിലുള്ള ഒരു സംഭവമാണെങ്കിലും ഒരു വർത്തമാനമാണെങ്കിലും എന്താണെങ്കിലും അള്ളാഹുവിന്റെ ആയത്തുകൾക്ക് വിരുദ്ധമായി ഒന്നിനെയും സ്വീകരിക്കരുത്. അതിനനുഗുണമായി വന്നാൽ അതിനെ സ്വീകരിക്കാവുന്നതാണ്. ഇതാണ് അദ്ദേഹം വെച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള നിദാനം. ആ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള ഹദീസുകളും സ്വീകരിക്കാത്ത ഹദീസുകളെയും കുറിച്ച് അദ്ദേഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ വളരെ വ്യക്തമായിട്ട് വന്നിട്ടുണ്ട്. അതേസമയത്ത് ഖുർആൻ കൊണ്ട് മാത്രം ഇസ്ലാമിന്റെ മഹത്വത്തെ സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളും ഉണ്ട്. ഇസ്ലാം തത്വജ്ഞാനം പോലുള്ള ഗ്രന്ഥങ്ങൾ അതിൽ ഉൾപ്പെട്ടതാണ്. ഒറ്റ ഹദീസും തൊടാതെയാണ് ഖുർആൻ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നത്. അപ്പോൾ ഹദീസ് എന്നുള്ളത് ഒരു സഹായകത്തിന് ഒരു ചരിത്ര സാക്ഷ്യമാണ്. അത് ഖുർആനെതിരായി വന്നാൽ എടുക്കരുത്. ഇതാണ് അദ്ദേഹത്തിന്റെ മൊത്തമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം. വൈദ്യുതി ഗുണവാസികളും തമ്മിലുള്ള വ്യത്യസ്തതയാണ് ബൈത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത്. നേരത്തെ ഞങ്ങൾ പിന്നെ മറുപടി പറയുമ്പോഴും അതിന് എക്സ്പ്ലനേഷൻ പറയുമ്പോഴും അല്പം അവിടുന്ന് മാറിയിട്ടാണ് നടന്നിട്ടുള്ളത്. അതായത് ബൈത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് പക്ക എന്ന് പറഞ്ഞു. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. മക്കയുടെ പുരാതന പേര് പറഞ്ഞത് കൊണ്ട് ആ പുരാതന കാലത്തെയാണ് സാക്ഷീകരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഒരു കൾച്ചർ, അതായത് ഒരു കൾച്ചറിന്റെ തുടക്കമായിരുന്നു വീടുകളിലേക്ക് താമസം തുടരുക എന്നുള്ളത്. ആ കാലഘട്ടത്തിലുള്ള പേരാണ് ബക്ക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ ആ ബക്ക എന്ന പ്രത്യേക നാമം അവിടെ എടുത്തു പറഞ്ഞത് എന്നാണ് ഞാൻ പറഞ്ഞത്. മറ്റൊന്ന് ജനങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ട, ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട പിന്നെ വീട് എന്ന് പറഞ്ഞതുകൊണ്ട് പള്ളിയല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, താമസിക്കാനുള്ള വീടാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് പറഞ്ഞത്.
അതിനുശേഷം ആ സംസ്കൃതി അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് മക്കത്തുള്ള കാബയുടെ പടി. ആ സ്ഥലത്ത് ഈ ജനങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ടിട്ടുള്ള ആ ഗ്രഹത്തിന്റെ സംസ്കാരത്തിന്റെ ആ സംസ്കൃതി ഉണ്ടായിരുന്ന സ്ഥലത്താണ് കഅബ എന്നുള്ള ഒന്നും ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഏരിയയുടെ അവസ്ഥയെ കുറിച്ചാണ് പിന്നീട് പറയുന്നത്. അതിന്റെ പുണ്യത്തെ കുറിച്ചും മുഖാം ഇബ്രാഹിമിനെ കുറിച്ചും ഇബ്രാഹിമിനാൽ സവിശേഷമായിട്ടുള്ള ഒരു സ്ഥലം, ആ സ്ഥലത്തെ ഏത് സ്ഥലത്താണ് സംസ്കൃതി ഉണ്ടായത് ആ പ്രത്യേകതയാണ് അടുത്ത കാര്യങ്ങളിൽ പരാമർശിച്ചിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഭീമമായ അബദ്ധങ്ങൾ അവിടെയും സംഭവിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണം. കാരണം ഫീഹി ആയാത്തുൻ ബയ്യിനാത്തുൻ മഖാമു ഇബ്രാഹിം, ആ പരിസരത്തിൽ ഫീഹി എന്ന് പറയാൻ പാടില്ല. ആ പരിസരത്തിന് ഫീഹാന്ന് പറയേണ്ടത്. ഫീഹി ബൈത്തിലേക്കാണ് പോകുന്നത്. ഇന്ന അവല ബൈത്തിൻ മുദിഅ ലിന്നാസി ലല്ലദീ ബിബക്ക മുബാറക്കൻ വഹുദൻ. ആ വീട്ടിന്റെ പ്രത്യേകത, ആ ബൈത്തിന്റെ പ്രത്യേകത മുബാറക്കൻ അനുഗ്രഹീതമാണ്, ഹുദൻ സന്മാർഗ ദീപകമാണ്. മാത്രല്ല ഫീഹി അതിലുണ്ട് ആയാത്തും ബയ്യിനാത്തും വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ. മഖാമു ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ മഖാമും അതിലാണുള്ളത്, അവിടെയാണുള്ളത് എന്നല്ല, അതിലാണുള്ളത്. ഏതിൽ? ഈ ബൈത്തിൽ. ലോകാടിസ്ഥാനത്തിൽ, ആഗോളാടിസ്ഥാനത്തിൽ മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി ഏറ്റവും ആദ്യം സ്ഥാപിതമായ ഭവനമേതോ ആ ഭവനത്തിലാണ് ഇബ്രാഹിമിന്റെ മഖാമുള്ളത്. മഖാം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മഖാം എന്ന് പറഞ്ഞാൽ നിലവിലുള്ള അർത്ഥപ്രകാരം നിൽക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നിന്ന സ്ഥലം എന്നൊക്കെയാണ്. അറബി ഭാഷയിൽ ഒന്നുകിൽ ആ അർത്ഥം കിട്ടണമെങ്കിൽ മക്കാന് എന്ന് പറയണം. മീമ്, കാഫ്, അലിഫ്, നൂന്, മക്കാന്. അതേ സമയത്ത് മഖാമ്, മീമ്, ഖാഫ്, അലിഫ്, നൂന് എന്നതിന് സ്ഥലം എന്നർത്ഥമില്ല. അതേസമയം ഖുർആനിൽ സ്ഥലം എന്നൊരർത്ഥത്തിൽ ഉപയോഗിച്ചു. പക്ഷേ അത് മഖാമല്ല, മുഖമാണ്. ലാ മുഖാമ ലക്കും ഫർജിഉ, നിങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ല, നിങ്ങൾ മടങ്ങിപ്പോകൂ എന്ന് പറയുന്ന സ്ഥലത്ത് മുഖാം. മഖാം എന്ന് പറഞ്ഞാൽ നിലപാട്. ഇനി മഖാം എന്ന് പറയുന്ന വാക്കിന് സ്ഥലം അല്ലെങ്കിൽ നിന്ന സ്ഥലം എന്നൊക്കെ അർത്ഥം വെച്ചാലുള്ള അപകടം ഒന്ന് ശ്രദ്ധിക്കുക. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ അൻ-നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അർത്ഥം നിലവിലുള്ള അർത്ഥപ്രകാരം എങ്ങനെ വെക്കണം? അല്ലാഹു നിന്ന സ്ഥലം ആരെങ്കിലും സൂക്ഷിച്ചാൽ എന്ന അർത്ഥം വെക്കേണ്ടി വരും. അപ്പൊ പിന്നെ അടുത്ത പരിപാടി നിന്ന സ്ഥലം ഏതാണെന്ന് അന്വേഷിച്ചു പോകേണ്ടി വരും. അങ്ങനത്തെ ഒരു ഗതികേട് നമുക്കുണ്ടോ? ഇല്ല. അപ്പോൾ മാത്രമല്ല വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ അൻ-നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ എന്നൊരു സ്ഥലത്ത് വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി, അല്ലാഹുവിന്റെ ഈ മഖാമിനെ, നിലപാടിനെ, അല്ലാഹുവിന്റെ മഖാം എന്ന് പറഞ്ഞാൽ അവന്റെ നിലപാട്. ഇതേപോലെ ഇബ്രാഹിമിന്റെ നിലപാട് സ്വപിതാവിനെ പോലും സ്വപിതാവിനോട് പോലും തെറ്റിപ്പിരിയേണ്ടി വന്നു. ആദർശം പറഞ്ഞിട്ടില്ല. ഇന്ന ഇബ്രാഹിം കാന ഉമ്മത്തൻ, ഇബ്രാഹിം ഒരു വ്യക്തിയല്ല, ഒരു സമൂഹമാണെന്ന് ഖുർആൻ പറഞ്ഞു. ഒരു വ്യക്തിയെ കൊണ്ട് നിർവഹിച്ചു പോരാൻ പറ്റുന്ന പണിയല്ല അദ്ദേഹം ചെയ്തത്, ഒരു സമൂഹം. ഇത്തഹദല്ലാഹു ഇബ്രാഹിമ ഖലീലൻ, ഇബ്രാഹിമിനെ അല്ലാഹു ആത്മമിത്രമായി സ്വീകരിച്ചു എന്നൊക്കെയുള്ള പരാമർശങ്ങൾ. അങ്ങനെ ആ അത്രത്തോളം ആദർശ രംഗത്ത് പാറ പോലെ മല പോലെ ഉറച്ചിരുന്ന ഇബ്രാഹിം നിലകൊണ്ട പ്രസ്ഥാനവും അത് തന്നെയാണ്. ഇബ്രാഹിം നിലകൊണ്ട ആശയവും അതിലാണുള്ളത്. കഴിഞ്ഞില്ല. വമൻ ദഖലഹു കാന ആമിനൻ, ആരെങ്കിലും അതിൽ കയറിയിരുന്നാൽ അവന് പിന്നൊന്നും പേടിക്കാനില്ല. അത് ഏതെങ്കിലും ഒരു പള്ളിയാകാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു കടുവയാകാൻ പറ്റുമോ? ഇല്ല. കാരണം മാനസികമായ അസ്വസ്ഥതകളോ ഒരു കൊലയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അക്രമോ ചെയ്തിട്ട് പള്ളിയിലല്ല, കടുവയുടെ ഉള്ളിലല്ല, അതിന്റെ ഉള്ളിൽ കയറിയിരുന്നാലും നിർഭേദാകില്ല. മറിച്ച് ഇസ്ലാം എന്ന ഭവനത്തിൽ, ഇസ്ലാം എന്ന ആദർശത്തിൽ ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവന് പിന്നെ ഭീതിയില്ല, പേടിയില്ല, അവൻ നിർഭയനായി. ഈ വിഷയമാണ് അവിടെ പറയുന്നത്. ഇത് ഈ ഭാഗം കൂടി ശ്രദ്ധിക്കാത്തതിന്റെ പേരിലാണ്. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. കാരണം ഇത് അദ്ദേഹത്തിന്റെ മാത്രം പ്രശ്നമല്ലല്ലോ, നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമല്ലേ. അപ്പൊ അതുകൊണ്ട് ഇത്തരം പരാമർശങ്ങൾ ഇനി നോക്കൂ നിങ്ങൾ. ഇതേപോലെ ഒരു ശൈലിയിൽ സൂറത്ത് തൗബയിൽ നിങ്ങൾക്ക് കാണാം. والذين اتخذوا مسجدا ضرارا وتفريقا بين المؤمنين وإرصادا لمن حارب الله ورسوله لا تكن فيه أبدا لمسجد أسس على التقوى من أول يوم أحق أن تقوم فيه رجال
ഓ പ്രവാചക, ഇവിടെ ഒരു മസ്ജിദ് ഖുർആൻ ചില ആളുകൾ തട്ടിക്കൂട്ടിയിട്ടുണ്ട്. ആ മസ്ജിദ് ഖുർആന്റെ പ്രത്യേകത എന്താണ്? വിശ്വാസികളെ തമ്മിൽ പിരിക്കലാണ് അതിന്റെ ജോലി. ദൈവത്തിനോടും അവരുടെ ദൂതനോടും മത്സരിക്കുന്നവരെ സഹായിക്കുകയാണ് അതിന്റെ ഡ്യൂട്ടി. അത്തരം ആ ആദർശത്തോട് നീ സഹകരിക്കരുത്. പിന്നെയോ ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വൽ ബൈത്തിൻ വുദിഅ ലിന്നാസ്. രണ്ടും കൂടെ നോക്കുക. ഏറ്റവും ആദ്യമായി സ്ഥാപിതമായ ബൈത്ത്, ഏറ്റവും തഖ്വയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും ആദ്യം തറക്കല്ലിടപ്പെട്ട മസ്ജിദ്, ആ മസ്ജിദ് ഉണ്ടല്ലോ, ആ മസ്ജിദാണ് അഹഖു അൻ തഖൂമ ഫീഹി, താങ്കൾ നിലകൊള്ളാൻ ഏറ്റവും അനുയോജ്യമായ മേഖല. അതിൽ നിന്ന് താങ്കൾ പുറംതിരിഞ്ഞു പോകാൻ പാടില്ല. വ്യക്തവും സ്പഷ്ടവുമായി പഠിച്ചവരെ വ്യക്തമാക്കുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞു വന്നത് ഇഷ്ടിക കൊണ്ടോ കല്ലുകൊണ്ടോ ഉണ്ടാക്കിയതല്ല ആദർശമാണ്. ഏതാണ് കിതാബ്? അലിഫ് എന്താണ്? അതാണ് കിതാബ് എങ്കിൽ അലിഫ് എന്താണ്? അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അലിഫ് ലാം മീം 3 അക്ഷരങ്ങളാണ്. കേവലാക്ഷരങ്ങൾ എന്നാണ് ഇതിന് സാധാരണഗതിയിൽ പറയാറുള്ളത്. ഹുറൂഫുൽ മുഖത്തഹ. അതിന് ഖുർആനിൽ കാലോചിതമായി അതിന്റെ അർത്ഥങ്ങൾ ഓരോരുത്തർക്കും അള്ളാഹു വെളിപ്പെടുത്തി കൊടുക്കാം. അത് ലാ യമസ്സുഹു ഇല്ലൽ മുത്തഖീൻ, അള്ളാഹു വിശുദ്ധരാക്കപ്പെടുന്ന ആളുകളെയാണ് ഖുർആനിക ജ്ഞാനങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ വിശുദ്ധരായിട്ടുള്ള ആളുകൾക്ക് ദൈവികമായ ജ്ഞാനങ്ങൾ ലഭിക്കുമ്പോൾ അതിന്റെ അർത്ഥങ്ങൾ വ്യക്തമാക്കപ്പെടുന്നു. ആ കൂട്ടത്തിൽ അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ എന്ന ആയത്തിനെ ഹദ്റത്ത് മിർസ ഗുലാം അഹ്മദ് അലൈഹിസ്സലാം നൽകിയിട്ടുള്ള ഒരു വ്യാഖ്യാനം അദ്ദേഹത്തിന് ഐനെ കമാലത്ത് ഇസ്ലാം എന്ന ഗ്രന്ഥത്തിലും മറ്റ് ഒരു ഗ്രന്ഥത്തിലും കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അലിഫ് ലാം മീം എന്നുള്ളത് അറബി ഭാഷയിൽ ചില സമയങ്ങളിൽ അക്ഷരങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ സൂചിപ്പിക്കാറുണ്ട്. വഖാലത്തുലഹു ഖാഫ്, അവളോട് ഞാൻ പറഞ്ഞു ഖാഫ്, അതായത് നിൽക്കുക എന്ന്. ഖാഫ് എന്നതിന്റെ ഖാഫ് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ആ വാക്ക് അക്ഷരം മാത്രമാണ് പറഞ്ഞത്. അന്നേരം അവൾ നിന്നു എന്ന് അറബി സാഹിത്യത്തിൽ പ്രയോഗങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള ഒരു പ്രയോഗമാണ് അതെന്ന് ഹദ്റത്ത് മിർസ ഗുലാം അഹ്മദ് അലൈഹിസ്സലാം പറയുന്നത്. അന അല്ലാഹു അഅലമു, ഞാൻ അല്ലാഹു ഏറ്റവും കൂടുതൽ അറിയുന്നവനാകുന്നു എന്നാണ് ഈ അലിഫ് ലാം മീം എന്നതിന്റെ അർത്ഥം. ഇനി ആ അർത്ഥം ബാക്കിയുള്ള വചനങ്ങളുമായി എങ്ങനെ യോജിക്കുന്നു എന്നുള്ളതാണ്. ഏതൊരു വസ്തുവിന്റെയും ലോജിക്കലായിട്ട് അതിന്റെ സവിശേഷതകൾ 4 കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് നാം തീരുമാനിക്കാറുള്ളത്. ഒന്നിന് അതിനെ ഇല്ലത്തെ ഫാഇലി എന്ന് പറയും. അതിന്റെ നിർമ്മാതാവ് ഈ ഒരു ബോഡിയും ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ബോഡിയത്തിന്റെ നിർമ്മാതാവ് ആരാണ്? നല്ല ഒരു ആശാരിയാണെങ്കിൽ അയാൾ അത് നല്ലൊരു നിർമ്മാതാവാണെന്ന് പറയാം. അതേപോലെ തന്നെ അതിന്റെ രൂപം എന്നുള്ളതാണ്. അതിന്റെ സുവരി, അതിന്റെ രൂപം എന്താണ് എന്നുള്ളത്. ആ രൂപം ഒരു ബോഡിയത്തിന്റെ രൂപവും കാണാൻ ആകർഷകവുമാണെങ്കിൽ അത് കൂടുതൽ നല്ലതാണ്. മറ്റൊന്ന് അതിന് മെറ്റീരിയലാണ് ഇതിന് പ്രയോഗിച്ചിട്ടുള്ളത്, ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അത് നല്ല മെറ്റീരിയലാണ് ഇത് ഉണ്ടാക്കുന്നതിന് ഉപയോഗിച്ചിട്ടുള്ളെങ്കിൽ അപ്പോഴും അതിന്റെ സവിശേഷത. അതിനുശേഷം ഈ വാട്ട് പർപ്പസ്, എന്ത് പർപ്പസിന് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ 4 കാര്യങ്ങൾ നിർമ്മാതാവ്, അതിന്റെ മെറ്റീരിയൽ എന്താണ്, അതിന്റെ രൂപം എന്താണ്, അതിന്റെ പർപ്പസ് എന്താണ്, അതിന്റെ ലക്ഷ്യം എന്താണ് എന്ന് 4ഉം ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സവിശേഷതകളിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള സവിശേഷമായിട്ടുള്ള സംഗതിയാണെന്ന് തീരുമാനിക്കപ്പെടുന്നത്. അതേപോലെ ഇതിന്റെ നിർമ്മാതാവ് അല്ലാഹുവാണ്. അതായത് അല്ലാഹു എല്ലാം അറിയുന്നവനാണ് ഇത് ഇറക്കിയിട്ടുള്ളത്. അവന്റെ അറിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്നും തന്നെയില്ല. അവന്റെ അറിവ് ചെന്നെത്താത്ത ഒരു മേഖലയുമില്ല. എല്ലാം അറിയുന്ന അല്ലാഹുവാണ് നിങ്ങൾക്ക് ഹിദായത്തായിട്ട് നൽകുന്ന ഈ ഗ്രന്ഥത്തെ ഇറക്കിയിട്ടുള്ളത്. ദാലികൽ കിതാബ്, അതൊരു സമ്പൂർണമായിട്ടുള്ള ഗ്രന്ഥമാണ്. അതായത് വിശുദ്ധ ഖുർആൻ അൽ കിതാബ് ഒരു പൂർണ്ണമായിട്ടുള്ള ഗ്രന്ഥമാണ്. ദാലിക എന്ന് പ്രയോഗിച്ചത് അതിനെ ആദരിച്ചുകൊണ്ട് പറഞ്ഞതാണ് അത് എന്നുള്ള പദത്തിൽ. മറ്റൊരർത്ഥത്തിൽ മുൻ പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമുണ്ട്, ആ ഗ്രന്ഥം ഇതാണ് എന്ന അർത്ഥത്തിൽ. അപ്പൊ അൽ കിതാബ് സമ്പൂർണമായിട്ടുള്ള ഗ്രന്ഥമാണ് എന്നതോടുകൂടി അതിന്റെ മെറ്റീരിയലിനെ കുറിച്ചാണ്, അതിൽ യാതൊരു ന്യൂനതകളും ഇല്ലാത്ത പൂർണ്ണമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണെന്ന് പറയുന്നത്.
അതിനുശേഷം ലാറിബി, അതിൽ യാതൊരു സന്ദേഹങ്ങളുമില്ല. അതിന്റെ രൂപത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. സമയത്തിന്റെ പരിമിതി കാരണം ചുരുക്കിയാണ്. അതിന്റെ പർപ്പസ് മുതലിൽ മുത്തഖീൻ, തഖ്വ കൈക്കൊള്ളുന്ന ആളുകൾക്ക് ഹിദായത്താണ് എന്ന്. നഫ്സിനെ സൃഷ്ടിച്ച സമയത്ത് തന്നെ അവന് തഖ്വയും ഫുജൂറും എന്താണ് അവന് ഇൽഹാമായിട്ട് അല്ലാഹു നൽകിയിട്ടുണ്ട്. ആ ജന്മസിദ്ധമായിട്ടുള്ള മനസാക്ഷി അവന്റെ മുമ്പിലുണ്ട്. ആ ജന്മസിദ്ധമായിട്ടുള്ള നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള അവന്റെ കഴിവിനെ ഉപയോഗിക്കുന്ന ആൾക്ക് ഇത് ഹിദായത്തായിരിക്കും എന്ന് കൂടി അവിടെ കൂടാതെ പറയുന്നു. മുഹമ്മദ് നബിയുടെ സുന്നത്ത് എന്ന ഹദീസുകൾ ഉണ്ടെങ്കിൽ സുന്നി മുജാഹിദ് ആമുദികൾ ബുഖാരി മുസ്ലിം എന്ന ഹദീസുകൾ ഷിയാ മുസ്ലിങ്ങൾക്ക് മാത്രമായുള്ള ഹദീസുകൾ വ്യത്യസ്തമായതല്ലേ അപൂർവപ്പെട്ടിരിക്കുകയാണ്. ഖുർആൻ മാത്രം പിൻപറ്റുക എന്ന് പറയുന്ന ഖുർആൻ സുന്നത്ത് സൊസൈറ്റി ഉണ്ടായിരിക്കെ അതിനെ അല്ലാതെ പിൻപറ്റുന്ന കുറെ ആളുകൾ ഉണ്ടായി എന്നത് അവരുടെ ആശയത്തിന്റെ പാപ്പരത്തരമാണ് എന്ന് തെളിവല്ല. അതിനെ അനുകരിക്കാത്തതുകൊണ്ട് ഇങ്ങനെ ഖുർആൻ. അതേപോലെ ഖുർആനും സുന്നത്തും എന്ന് പറഞ്ഞ ഒന്ന് കഴിഞ്ഞ് ഒന്ന് ട്രഡീഷനായി ഉണ്ട് എന്ന് പറഞ്ഞ് അതിനെ വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിച്ചതിന് ശേഷം അതിനെ അംഗീകരിക്കുന്ന മുജാഹിദും സുന്നത്തും അതേപോലെ എല്ലാ പ്രസ്ഥാനങ്ങളിൽ നിന്നും വന്ന ആളുകളാണ് അന്തരികളുള്ളത്. അവർക്ക് പല പ്രസ്ഥാനങ്ങളില്ല. വേറെ പ്രസ്ഥാനങ്ങൾക്ക് വേറെ ഹദീസുകൾ ഉണ്ടായോ ഗ്രന്ഥങ്ങൾ ഉണ്ടായോ എന്താണ് കാരണം എന്നത് ഇവിടെ ഇതില്ല എന്നതിന് തെളിവല്ല. ഒറിജിനൽ ഉണ്ട് എന്നുള്ളത് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെങ്കിൽ അത് ഒറിജിനലെ നിഷേധിക്കാനുള്ളതല്ല. അപ്പോൾ പുറത്തുള്ള പ്രസ്ഥാനങ്ങൾ എന്തുകൊണ്ടുണ്ടായി എന്ന് അവരോടാണ് ചോദിക്കേണ്ടത്. ഇവിടെ പറയുന്നത് അതിനെ യോജിക്കാനുള്ള മേഖലയെ കുറിച്ചാണ് ഈ പറഞ്ഞത്. അഹമ്മദികൾക്കുള്ളിൽ 2-3 ഹദീസുകളില്ല. അവിടെ 3-4 ഹദീസിന്റെ കിതാബ് വേറെ മറ്റൊരു കിതാബ് വേറെ ഉണ്ടെങ്കിൽ ഈ ചോദ്യം പ്രസക്തമാണ്. അതേപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വരുമ്പോൾ മുൻ കാലഘട്ടങ്ങളിലുള്ള ക്രിസ്ത്യാനികളിൽ പല പിരിവുകളുണ്ട്. ഏകദേശം 150ഓളം കക്ഷികൾ ഇന്നും ക്രിസ്ത്യാനിറ്റിയിലുണ്ട്. അത്രയും കക്ഷികൾ ഉണ്ടായത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് തീരുമാനം കൽപ്പിച്ചിട്ടില്ല എന്നതിന് തെളിവല്ല, അതിനവർ അംഗീകരിച്ചിട്ടില്ല എന്നതിന് തെളിവാണ് എന്ന് നമ്മൾ സാക്ഷികളാണ്. ഇതേപോലെയാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് സവിനയം ഉണർത്തുകയാണ്. നബിയുടെ ശേഷം നബി എന്ന് പേരോട് പറഞ്ഞിട്ട് കുറെ ആയത്തുകളാണ് അങ്ങനെ സൂറ യൂസുഫ് നബി വരൂടാന്ന് പറഞ്ഞത് പ്രധാനത്താക്കിയാണ് മുഹമ്മദ് റസൂൽ പറഞ്ഞത്. പക്ഷെ ഒരു ദുഃഖ സത്യമാണ് ഖുർആൻ ആയ സുന്നത്ത് പറഞ്ഞിട്ട് മുഹമ്മദ് നബിയുടെ ശേഷം ഒരു നബി വരൂടാന്ന് പറഞ്ഞിട്ട് ഒരായത്തും ഇതുവരെ വെച്ചിട്ടില്ല ഈ സംഭവം. അതിനോട് അതിനകത്ത് 2-3 സൂക്തങ്ങൾ ഇവിടെ പോലീസായി ഓതിക്കുന്നു. സൂറത്തുൽ അഹ്സാബിലെ 4-4 അതിന്റെ സംസാരത്തിൽ ഞാൻ പറഞ്ഞു പോയതാണ്. അഖദന മീസാഖൻ നബിയ്യീന വമിൻക വമിൻ നൂഹിൻ എന്ന് പറഞ്ഞിട്ട് നൂഹിൽ നിന്ന് നിന്നിൽ നിന്ന് എന്താണ് ഇവിടെ അവസാനിപ്പിക്കുന്ന ഖുർആൻ? ജൂത ക്രൈസ്തവരിൽ നിന്നും ഞാൻ കരാർ വാങ്ങി, നാം കരാർ വാങ്ങി. എന്താണ് കരാർ? ആ കരാർ എന്താണ് എന്ന് കൃത്യമായി അവിടെ പറഞ്ഞു. അല്ലാഹുവിന്റെ സന്ദേശം ഒരു കാരണവശാലും മറച്ചു വെക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ സന്ദേശം എന്ത് വില കൊടുക്കും വ്യക്തമാക്കി കൊടുക്കണം. യാതൊരു മയപ്പെടുത്തലോ മറച്ചുവെക്കലോ കൂടാതെ കൃത്യമായി അത് വെളിവാക്കി കൊടുക്കണം എന്നതാണ് അതിന്റെ അർത്ഥം. അതേപോലെ അതല്ല എങ്കിൽ മുഹമ്മദ് നബിയോടും നിന്നിൽ നിന്നും കരാറ് വാങ്ങി. എന്താണ് ആ കരാറ്? താങ്കൾക്ക് ശേഷം മുഹമ്മദ് നബിക്ക് ശേഷം ഒരു പ്രവാചകൻ വന്നാൽ താങ്കൾ സ്വീകരിക്കണം എന്ന കരാറാണ് അതെങ്കിൽ അവിടെ അങ്ങനെയാണ് ചോദിച്ചത്. അതായിരുന്നു ആ കരാറെങ്കിൽ അങ്ങനെ ഒരു പ്രവാചകൻ അവിടെ ഉണ്ടായോ? ഉണ്ടായിട്ടില്ലെങ്കിൽ വെറും ഒരു പാഴ്വേലയാണോ അള്ളാഹു ചെയ്യിച്ചത് എന്നാണ് എന്റെ ചോദ്യം. മുഹമ്മദ് നബിക്ക് ശേഷം പ്രവാചകൻ വരും, അതില്ലെങ്കിൽ റസൂൽ വരും എന്നതിന് തെളിവായിട്ടൊന്നും ഖുർആൻ ബോധിപ്പിക്കില്ല. അവിടെ മനസ്സിലായി? പക്ഷെ ഒരു കാര്യം സന്ദർഭവശാലം പറയാണ്, മുഹമ്മദിന് ശേഷം പ്രവാചകൻ വരും എന്നതിലേക്കാണ് അഭിപ്രായം. ഞാൻ നേരത്തെ എന്റെ സംസാരത്തിൽ പലപോലും നാം വ്യക്തമാണ്. ഒരു പ്രവാചകൻ വന്നാൽ, ഒരു നബി വന്നാൽ നമുക്ക് ആർക്കും ഒരു നഷ്ടവുമില്ല. പക്ഷെ എന്ത് വേണം? ആ പ്രവാചകത്വത്തിന് ഖുർആനിലൂടെയാണ് നാം അതിന്റെ സാധ്യതയും കാണുന്നതെങ്കിൽ അത് നാം വ്യക്തമാണ്.
പിന്നെ അതോടുകൂടി ഞാൻ ചോദിച്ച ചോദ്യങ്ങളൊക്കെയും അപ്പോൾ പ്രസക്തവുമാണ്. കാരണം ഈ സുന്നത്തിന്റെ പ്രശ്നം അവിടെയൊക്കെ ഉത്ഭവിക്കും. കാരണം ഒരുപാട് കാലം പ്രവാചകന്മാർ വരാതിരിക്കുക, ഒരുപാട് നീണ്ടകാലം 10-11 കൊല്ലമല്ല, 100, 200, 500 കൊല്ലങ്ങളല്ല. അപ്പൊ ഇത്രയും നീണ്ട കാലങ്ങൾ ഈ സുന്നത്ത് പ്രാവർത്തികമാകാതെ അള്ളാഹുവിന്റെ കൽപ്പന അല്ലെങ്കിൽ അവരുടെ പ്രഖ്യാപനം പൂർത്തിയാക്കപ്പെടാതെ കിടക്കുന്ന കിടപ്പ് അത് വലിയ അപകടം പിടിച്ചതാണ്. അപ്പൊ ആ പ്രശ്നങ്ങൾക്കൊക്കെ നാം മറുപടി കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇവിടെ പ്രവാചകന്മാരുടെ മീതാക്ക് നാം സ്വീകരിച്ചു. നിന്നിൽ നിന്ന്, നോഹിൽ നിന്ന് ചില പ്രവാചകന്മാരുടെ പേര് പറഞ്ഞ് അവർ സ്വീകരിച്ചു. ജൂത ക്രൈസ്തവരിൽ നിന്ന് നാം സ്വീകരിച്ചു മീത. എന്ത് ഇവിടെ പറഞ്ഞു ഭൂമിയുണ്ടോ, ഇവിടെ തൻസുറുണ്ടോ? ഈ ദൂതന്മാർ ദൈവികമായ നിർദ്ദേശങ്ങളുമായി, വഹിയുമായി അല്ലെങ്കിൽ ആദർശങ്ങളുമായി വരുമ്പോൾ അവരെ സഹായിക്കുക എന്നത് അതും നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. അതേപോലെ തന്നെ അവരെ പിൻപറ്റുക എന്നത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഇതൊക്കെ നിങ്ങൾ അവരോട് ചെയ്യേണ്ടുന്ന സ്വലാത്തിൽ പെട്ടതുമാണ്. ഞാൻ ആ ഭാഗം പറഞ്ഞാൽ പിന്നാലപ്രായത്തിൽ പോകുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ചോദ്യം ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കുന്നു. പ്രവാചകന്മാർ വരും അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള ഒരുപാട് ആയത്തുകൾ ഓതിയിരിക്കെ വരില്ല എന്നതിന് ആയത്ത് ഓതില്ല എന്നാണ് ചോദ്യം. വരും എന്നതിനും ആയത്ത് വേണം. ആദ്യം വേണ്ടത് എന്തിനാണ്? ആദ്യം ആയത്ത് വേണ്ടത് എന്തിനാണ്? വരും മന്നതിലേക്ക് അല്ലേ? ആ ആയത്താണ് നമുക്ക് കൊണ്ടുവരേണ്ടത്. പിന്നെ ആ കൂട്ടത്തിൽ 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനൊരു കള്ളനാവുമല്ലോ നിങ്ങളുടെ മുമ്പിൽ. ഞാനൊരു ഇവിടെ കരയിൽ നിന്നിട്ട് ഒരു നുണ പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പിതാവുമായി ഞാൻ സംബന്ധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ സലീം മൗലിക മരിച്ചിട്ടില്ല, ഒരൊറ്റ കോളല്ലേ വേണ്ടു കോഴിക്കോടെ കുടിക്കാൻ. അപ്പോൾ ഞാനൊരു കളവ് പറഞ്ഞാൽ 100% സത്യാപരണത് 94 കാരണം അന്നത്തെ അതിന്റെ പിതാവ് ജീവിച്ചിരിപ്പുണ്ട്. സലീം കൊടുങ്ങല്ലൂരെ വന്നതല്ല, സലീം കൊടുങ്ങല്ലൂർക്കാരനാണ്. പിന്നെ കൊടുങ്ങല്ലൂർ വരേണ്ട ആവശ്യമില്ല. അന്ന് ആ സമയത്ത് കാദിയാനിൽ അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ സംവാദം 2 ദിവസം നീട്ടിവെച്ചു ഇദ്ദേഹം വരാൻ വേണ്ടി. അങ്ങനെ സലീം സാഹിബും ഇദ്ദേഹത്തിന്റെ പിതാവിനെ വെറുതെ പറഞ്ഞൊന്നുമല്ല, അത് 100% ശരിയാണ്.